രാമായണ മാസം 10-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലതരത്തിലുള്ള വൃക്ഷങ്ങളും മൃഗങ്ങളും കൊണ്ട് സമ്പന്നമായ മനോഹരമായ വനം ഭരതൻ കണ്ടു. അകലെ മരക്കൊമ്പുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന മരവരികളാൽ അലങ്കൃതമായ ശ്രീരാമ ആശ്രമം കണ്ട് ഭരതൻ ഭക്തിപൂർവ്വം വണങ്ങി. അപ്പോൾ ഭാഗ്യവാനായ ഭരതൻ ശ്രീരാമന്റെയും സീതയുടെയും പുതിയതും അതിശോഭനവും പരിശുദ്ധവുമായ കാലടിപ്പാടുകൾ വഴിയിലെ പൊടിമണ്ണിൽ പതിഞ്ഞിരിക്കുന്നത് കണ്ടു. അവ തോട്ടി, താമര, കൊടിമരം, വജ്രം, മത്സ്യം ഇവയുടെ അടയാളമുള്ളതും ഐശ്വര്യകരങ്ങളുമായിരുന്നു. ആനന്ദത്തിൽ മുഴുകിയ ഭരതൻ ആ കാലടിപ്പാടുകളിൽ വീണുരുണ്ട് നമസ്കരിച്ചും കരഞ്ഞും ശ്രീരാമപാദങ്ങൾ പതിഞ്ഞ പൊടിമണ്ണ് തലയിൽ വാരിയിട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ധന്യനായി. മുമ്പ് ഞാൻ ചെയ്ത വലിയ പുണ്യ നിമിത്തമാണ് ശ്രീരാമന്റെ പാദകമലത്താൽ ശോഭിതമായ ഈ സ്ഥലം അടുത്തു കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായത്. ഇങ്ങനെ ചിന്തിച്ച് അത്ഭുത പ്രേമരസങ്ങളിൽ മുങ്ങിയ മനസ്സോടെ ആനന്ദക്കണ്ണീർ നിറഞ്ഞ കണ്ണുകളോടെ ഭരതൻ ആശ്രമത്തിനു സമീപമെത്തി. സർപ്പരാജാവായ അനന്തനിൽ ശയിക്കുന്നവനും ഉദരത്തിൽ അനേകം ബ്രഹ്മാണ്ഡങ്ങളെ ഉൾക്കൊള്ളുന്നവനും ഈശ്വരനും കരുണാനിധിയും ദശരഥപുത്രനും വനവാസത്തിൽ സന്തുഷ്ടനുമായ ശ്രീരാമനെ കണ്ടിട്ട് സന്തോഷത്തോടും ഭക്തിയോടും കൂടി അദ്ദേഹത്തിന്റെ തൃക്കാൽക്കൽ വീണ് ഭരതൻ നമസ്കരിച്ചു. ശ്രീരാമൻ ഭരതനെയും ശത്രുഘ്നെയും പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഗാഢമായി ആലിംഗനം ചെയ്തു. നെടുവീർപ്പെട്ട് ഇരുകൂട്ടരും കണ്ണീർ പൊഴിച്ചു. അനന്തരം ശ്രീരാമൻ സഹോദരന്മാരെ മടിയിൽ പിടിച്ചിരുത്തി. സജ്ജന സംസർഗം ധാരാളമുള്ള ലക്ഷ്മണൻ ജ്യേഷ്ഠനായ ഭരതന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അത്യധികം ഭക്തിയോടെ ശത്രുഘ്നൻ ജ്യേഷ്ഠന്റെ പാദങ്ങൾ തൊട്ടുവണങ്ങി. കഠിനദാഹം കൊണ്ട് വലഞ്ഞ പശുക്കൾ ജലാശയം കണ്ടാലെന്ന പോലെ അതിവേഗം ദശരഥന്റെ പത്നിമാർ രാമന്റെ സമീപമെത്തി. തന്റെ രൂപം സദാ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കരയുന്ന അമ്മയുടെ പാദങ്ങളിൽ ശ്രീരാമൻ നമസ്കരിച്ചു. വലിയ ദുഃഖത്തോടെ പുത്രനെ ആലിംഗനം ചെയ്തിട്ട് കണ്ണീർ കൊണ്ട് ശിരസിൽ അഭിഷേകം ചെയ്തു. പുത്രവാത്സല്യത്താൽ കൗസല്യയുടെ മുല ചുരുന്നു. പിന്നീട് മറ്റമ്മമാരെ ആദരപൂർവ്വം ശ്രീരാമൻ നമസ്കരിച്ചു. അപ്രകാരം ലക്ഷ്മണനും അമ്മമാരെ വണങ്ങി. കൗസല്യയും കൈകേയിയും സുമിത്രയും ലക്ഷ്മി ദേവിക്ക് തുല്യയായ സീതയെ മുറുകെ പുണർന്നിട്ട് തീവ്ര ദുഃഖത്തോടെ കണ്ണീർ തുടച്ചു. അവരോടൊപ്പം വന്നു ചേർന്ന കുലഗുരുവായ വസിഷ്ഠനെ ശ്രീരാമൻ ഭക്തിപൂർവ്വം സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഭാഗ്യവാനായി. അച്ഛന് സുഖമല്ലേ? എന്നെ പിരിഞ്ഞതിൽ ദുഃഖമുണ്ടോ? എന്നോട് പറയാൻ അദ്ദേഹം എന്തു പറഞ്ഞയച്ചു? സൗമിത്രിയെ അറിയിക്കാൻ എന്താണ് പറഞ്ഞയച്ചത്? ശ്രീരാമന്റെ വാക്കുകൾ കേട്ട് വസിഷ്ഠൻ ഇങ്ങനെ പറഞ്ഞു: ബുദ്ധിമാന്മാരിൽ ശ്രേഷ്ഠനായുള്ളവനെ, അച്ഛന്റെ വൃത്താന്തം കേട്ടുകൊള്ളുക. നിന്നെ പിരിഞ്ഞതു ചിന്തിച്ച് ദശരഥൻ വളരെയധികം ദുഃഖിച്ചു. രാമ രാമ, സീതേ, കുമാര, ലക്ഷ്മണ എന്നിങ്ങനെ വിലപിച്ചുകൊണ്ട് അദ്ദേഹം സ്വർഗലോകം പോകി. സ്വർഗസുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിന്റെ പിതാവ് സസന്തോഷം കഴിയുന്നു. ചെവിയിൽ ശൂലം തറച്ചതുപോലെയുള്ള ഗുരുവചനം കേട്ട് ശ്രീരാമൻ ബോധം കെട്ട് ഭൂമിയിൽ വീണു. ലക്ഷ്മണനും അമ്മമാരും മറ്റുള്ളവരുമെല്ലാം വാവിട്ട് കരഞ്ഞു: അച്ഛാ, എന്നെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് വിധിവശാൽ എങ്ങോട്ടാണ് പോയത്? ഞാൻ നശിച്ചു, ഞാൻ അനാഥനായി. ദിവസവും സ്നേഹപൂർവ്വം എന്നെ ലാളിക്കാൻ ആരാണിനിയുള്ളത്? ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കുന്നുണ്ട്. ജീവിക്കാൻ എനിക്കിനി ആഗ്രഹമില്ല. സീതയും ലക്ഷ്മണനും ഇങ്ങനെ നിലത്ത് വീണ് കരഞ്ഞു. അപ്പോൾ വസിഷ്ഠന്റെ ആശ്വാസവാക്കുകൾ കേട്ട് അവരുടെ മനോവേദന അല്പം ശാന്തമായി. തുടർന്ന് ഗംഗാനദിയിൽ ഇറങ്ങിക്കുളിച്ച രാമലക്ഷ്മണന്മാർ ദശരഥന്റെ ഉദകക്രിയ ചെയ്തു. തേനിൽ കുഴിച്ച ഓടൽ പിണ്ണാക്ക് കൊണ്ടുള്ള പിണ്ഡം സമർപ്പിച്ചു. അവരവർ ഭുജിക്കുന്ന അന്നം തന്നെ പിണ്ഡമായി പൃഥുക്കൾക്ക് സമർപ്പിക്കണമെന്നാണ് വേദങ്ങളും സ്മൃതികളും വിധിച്ചിട്ടുള്ളത്. കുളി കഴിഞ്ഞ് പുണ്യാഹം നടത്തിയതിനു ശേഷം വീണ്ടും കുളിച്ചിട്ട് ആശ്രമത്തിൽ പോയി അന്ന് എല്ലാവരും ഉപവാസം അനുഷ്ഠിച്ചു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ശ്രീരാമാദികൾ ഗംഗാസ്നാനം നടത്തി. സന്ധ്യാവന്ദനത്തിനു ശേഷം ആശ്രമത്തിൽ തിരികെ എത്തി. അപ്പോൾ രാമനെ തൊഴുതുകൊണ്ട് ഭരതൻ ഇങ്ങനെ പറഞ്ഞു: മഹാഭാഗനായ അല്ലയോ രാമചന്ദ്ര പ്രഭു, ഞാൻ പറയുന്ന കാര്യങ്ങൾ അവിടുന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. അഭിഷേകത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒട്ടും വൈകാതെ അങ്ങയുടെ രാജ്യാഭിഷേകം നടത്തണം. പിതാവിൽ നിന്ന് ലഭിച്ച രാജ്യം അവിടുന്ന് തന്നെ ഭരിക്കണം. അങ്ങ് ജ്യേഷ്ഠനാണ്. ക്ഷത്രിയന്മാരുടെ ശ്രേഷ്ഠമായ ധർമ്മം രാജ്യപരിപാലനമാണ്. അശ്വമേധം തുടങ്ങിയ യാഗങ്ങൾ അനുഷ്ഠിച്ച് കീർത്തി നേടി പ്രജാപരിപാലനം നടത്തി ലോകമെല്ലാം കീർത്തി പരത്തി വംശം നിലനിർത്തുന്നതിന് വേണ്ടി പുത്രരെയും ജനിപ്പിച്ച് രാജ്യഭരണം അവരെ ഏൽപ്പിച്ചതിനു ശേഷം വനത്തിന് പോകുന്നതാണ് ഉചിതം. ഇപ്പോഴത്തെ വനവാസം അനുചിതമാണ്. അത്ഭുത വിക്രമനായ നാഥ, എന്നിൽ പ്രസാദിച്ചാലും. ദയാനിധി, എന്റെ അമ്മ ചെയ്ത ദുഷ്കൃത്യത്തെക്കുറിച്ച് അങ്ങ് ചിന്തിക്കരുത്. ഇങ്ങനെ പറഞ്ഞിട്ട് സഹോദരനായ ശ്രീരാമന്റെ പാദാംബുജം ഭക്തിയോടെ ശിരസാ വഹിച്ചിട്ട് ദണ്ഡ നമസ്കാരം ചെയ്ത് പണ്ഡിതനായ ഭരതകുമാരനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മടിയിലിരുത്തി ആലിംഗനം ചെയ്തിട്ട് രാമൻ ഇങ്ങനെ പറഞ്ഞു: അല്ലയോ കുമാര, ഞാൻ പറയുന്നത് കേൾക്കുക. നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു.
അച്ഛൻ എന്നോട് സന്തോഷപൂർവ്വം 14 വർഷം വനവാസം ചെയ്യാൻ പറഞ്ഞു. അമ്മയുടെ അഭിപ്രായ പ്രകാരം അച്ഛൻ നിനക്ക് രാജ്യം നൽകി. അതിനാൽ നാം ഇരുവരും അച്ഛന്റെ ആജ്ഞ അനുസരിക്കണം. അച്ഛന്റെ വാക്ക് ലംഘിക്കുന്നവൻ ചത്തവനെ പോലെ ജീവിക്കുന്നവനാണ്. അവൻ മരിച്ചാൽ നരകത്തിൽ തന്നെ കഴിയും, സംശയമില്ല. അതിനാൽ നീ രാജ്യം ഭരിക്കുക, ഞാൻ ദണ്ഡകാരണ്യത്തിൽ വാണുകൊള്ളാം. രാമന്റെ വാക്കുകൾ കേട്ട ഭരതൻ ഇപ്രകാരം പറഞ്ഞു. കാമുകനായ അച്ഛൻ അജ്ഞനും സ്ത്രീലമ്പടനുമായിരുന്നു. മാത്രമല്ല ഭ്രാന്തനും, സ്ത്രീ വിഷയത്തിൽ സ്വബോധം നശിച്ചവനും, വൃദ്ധനും, രാജപദവി കൊണ്ട് രജോഗുണ പ്രധാനിയും ആയി മാറി. അച്ഛൻ പറഞ്ഞ വാക്കുകൾ സ്വീകാര്യമല്ല. അങ്ങ് മടികൂടാതെ രാജാവായി വാഴുക. ഭരതന്റെ വാക്കുകൾ കേട്ട ശ്രീരാമൻ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ഭരതനോട് ഇങ്ങനെ പറഞ്ഞു. രാജാവായിരുന്ന അച്ഛൻ സ്ത്രീലമ്പടനോ കാമാസക്തനോ മൂഢനോ ആയിരുന്നില്ല. അസത്യഭയത്താൽ അച്ഛൻ ചെയ്ത കാര്യത്തിന് കുറ്റം പറയരുത്. സ്വജ്ജനങ്ങൾ നരകത്തേക്കാൾ അസത്യത്തെ വളരെ ഭയക്കുന്നു. ഇത് കേട്ട ഭരതന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. എങ്കിൽ ഞാൻ വനവാസം ചെയ്തു കൊള്ളാം. അവിടുന്ന് സങ്കടമില്ലാതെ രാജ്യം ഭരിക്കുക. സഹോദരൻ പറഞ്ഞത് കേട്ട ശ്രീരാമൻ ഇപ്രകാരം അരുളി ചെയ്തു. നിനക്ക് രാജ്യവും എനിക്ക് കാടും ആദരണീയനായ അച്ഛൻ മുമ്പ് തന്നെ വിധിച്ചു കഴിഞ്ഞു. അതിന് വിപരീതമായി നാം പ്രവർത്തിച്ചാൽ അത് സത്യവിരോധമായി തീരും. എങ്കിൽ ഞാനും അങ്ങയുടെ പിന്നാലെ ലക്ഷ്മണനെ പോലെ ഒരു ദാസനായി വനത്തിലേക്ക് വരുന്നുണ്ട്. അത് വിലക്കുകയാണെങ്കിൽ ഞാൻ നിരാഹാരം അനുഷ്ഠിച്ച് ജീവൻ ഉപേക്ഷിക്കും. ഇപ്രകാരം തീരുമാനിച്ചുകൊണ്ട് ഭരതൻ ദർഭ കൊണ്ടുള്ള കിടക്ക വിരിച്ച് കിഴക്കോട്ട് തിരിഞ്ഞ് വെയിലത്തു നിന്നു. ഭരതന്റെ നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ അവനെ ശരിയായ കാര്യം ധരിപ്പിക്കുന്നതിന് ശ്രീരാമൻ കടക്കൻ സഞ്ജയിലൂടെ ഗുരുവായ വസിഷ്ഠനോട് അപേക്ഷിച്ചു. തുടർന്ന് വസിഷ്ഠൻ ഭരതനോട് ഇങ്ങനെ പറഞ്ഞു. അല്ലയോ രാജകുമാര, നീ വിഡ്ഢിയാകരുത്. ഞാൻ ഒരു രഹസ്യം പറയാം. രാമൻ മഹാവിഷ്ണുവാണ്. ബ്രഹ്മാവിന്റെ അഭ്യർത്ഥന അനുസരിച്ച് അയോധ്യയിൽ സൂര്യവംശത്തിലെ ദശരഥ മഹാരാജാവിന്റെ മകനായി അദ്ദേഹം ജനിച്ചിരിക്കുകയാണ്. രാവണനെ കൊന്ന് ധർമ്മം രക്ഷിച്ച് ദേവന്മാരെ സംരക്ഷിക്കുകയാണ് അവതാരോദ്ദേശ്യം. സീത യോഗമായാദേവിയാണ്. ലക്ഷ്മണൻ സർപ്പരാജാവായ അനന്തനും. സീതയും രാമനും ലോകത്തിന്റെ മാതാപിതാക്കളാണ്. ദേവന്മാർക്ക് വേണ്ടി രാവണനെ കൊല്ലാനാണ് സീതയും രാമനും വനത്തിലേക്ക് പുറപ്പെട്ടത്. മന്ദിരയുടെ വാക്കുകൾക്കും കൈകേയിയുടെ നിർബന്ധ ബുദ്ധിക്കും പിന്നിൽ ദേവന്മാരുടെ പ്രവർത്തനമുണ്ടായിരുന്നു. അതിനാൽ ശ്രീരാമനെ പിന്തിരിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നീ ഉപേക്ഷിക്കുക. കാരണപുരുഷനായ രാമന്റെ ആജ്ഞ അനുസരിച്ച് മന്ത്രിമാർ, വൻപട, മാതാക്കൾ എന്നിവരെയും കൂട്ടി നീ മടികൂടാതെ അയോധ്യയിലേക്ക് പോകുക. രാവണനെയും പുത്രന്മാരെയും വധിച്ച 14 വർഷം തികയുമ്പോൾ സീതാദേവി, ലക്ഷ്മണൻ എന്നിവരോടുകൂടി രാമൻ തിരിച്ചെത്തും. ഗുരുവിന്റെ വാക്കുകൾ കേട്ട ഭരതൻ അത്ഭുതത്തോടെ രാമന്റെ സന്നിധിയിൽ ചെന്ന് വീണ്ടും വീണ്ടും ഭക്തിയോടെ നമസ്കരിച്ചിട്ട് പറഞ്ഞു. രാജേന്ദ്ര, അങ്ങയുടെ പാദങ്ങളാണെന്ന വിചാരത്തോടെ പൂജിച്ചുകൊണ്ട് രാജ്യം ഭരിക്കുന്നതിനായി എനിക്ക് അങ്ങയുടെ മെതിയടി തന്നാലും. ദേവദേവ, അങ്ങ് അയോധ്യയിൽ വന്നു ചേരുന്നത് വരെ ഞാൻ എല്ലായ്പ്പോഴും അങ്ങയെ ഭജിച്ചുകൊണ്ടിരിക്കും. ഭരതന്റെ വാക്കുകൾ കേട്ട് രഘുനാഥൻ പൊൽത്താമര പോലുള്ള പാദങ്ങളിൽ ധരിച്ചിരുന്ന മെതിയടി ഭക്തനായ ഭരതന് നൽകി. ഭരതൻ രാമനെ നമസ്കരിച്ച് രാമപാദുകങ്ങൾ സ്വീകരിച്ചു. ഉത്തമരത്നങ്ങൾ പതിച്ച് അലങ്കരിച്ചിട്ടുള്ള മെതിയടി ശിരസാ വഹിച്ചുകൊണ്ട് ശ്രീരാമനെ ഭക്തിപൂർവ്വം പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചെഴുന്നേറ്റിട്ട് ഗദ്ഗതത്തോടെ ഭരതൻ പറഞ്ഞു. 14 വർഷം അവസാനിക്കുന്നതിന്റെ അടുത്ത ദിവസം തന്നെ അങ്ങ് അയോധ്യയിൽ എത്തിയില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി മരിക്കും. ഇത് കേട്ട ശ്രീരാമൻ കണ്ണീർ തുടച്ചിട്ട് സ്നേഹപൂർവ്വം പറഞ്ഞു. അങ്ങനെയാവട്ടെ, അതിനൊരു മാറ്റവുമില്ല. അന്നു തന്നെ ഞാൻ അവിടെ എത്തും. അനന്തരം ശ്രീരാമൻ ഭരതന് യാത്രാനുമതി നൽകി. ഭരതൻ ജ്യേഷ്ഠനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചിട്ട് വേഗം തന്നെ യാത്രയായി. ശ്രീരാമനെ ധ്യാനിച്ചുകൊണ്ട് അമ്മമാരും മന്ത്രിമാരും മഹാസൈന്യവും ഭരതനെ പിന്തുടർന്നു. ശൃംഗിവേരാധിപനായ ഗുഹനെയും ആശംസകളോടെ ശ്രീരാമൻ യാത്രയാക്കി. ഗുഹൻ വഴികാട്ടിയായി മുമ്പേ നടന്നു, സൈന്യം പിന്നാലെയും. കൈകേയി ശ്രീരാമനോട് അനുവാദം വാങ്ങി ദുഃഖമകന്ന് ഭരതനോടൊപ്പം നടന്നു. ഗുഹന്റെ അനുവാദത്തോടെ ഭരതനും ചതുരംഗപ്പടയും ഗംഗ തരണം ചെയ്തു. അയോധ്യയിലെത്തിയതിനു ശേഷം ഭരതനും പൗരന്മാരുമെല്ലാം ഭക്തിയോടും മനഃശുദ്ധിയോടും കൂടി ശ്രീരാമനെ തന്നെ ചിന്തിച്ചുകൊണ്ട് സസുഖം വാണു. ഭരതനും ശത്രുഘ്നനും താപസവേഷം ധരിച്ച് വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ദുഃഖത്തോടെ നന്ദിഗ്രാമത്തിലെത്തി വസിച്ചു. ലോകരെല്ലാം സന്തുഷ്ടരായി. ശ്രീരാമന്റെ പാദുകങ്ങൾ സിംഹാസനത്തിൽ വെച്ച് അത് ശ്രീരാമപാദങ്ങളാണെന്ന സങ്കല്പത്തോടെ സുഗന്ധദ്രവ്യങ്ങളും പൂക്കളും അർപ്പിച്ചു പൂജിച്ചുകൊണ്ട് അതിന് സമീപത്തായി ഭരതനും ശത്രുഘ്നനും നിലകൊണ്ടു. നാനാമുനികളാൽ സേവിതനായ മാനവവീരനും മനോഹരനുമായ ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി സന്തോഷപൂർവ്വം കുറച്ചുനാൾ അവിടെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചിന്തിച്ചു. ഇനി ഇവിടെ കഴിഞ്ഞാൽ അയോധ്യയിൽ നിന്ന് ബന്ധുമിത്രാദികൾ വീണ്ടും വന്നെത്തും. അതിനാൽ വൈകാതെ സസന്തോഷം ദണ്ഡക വനത്തിലേക്ക് പോകണം. ഇങ്ങനെ തീരുമാനിച്ചിട്ട് സീതാ, ലക്ഷ്മണൻ എന്നിവരോടൊപ്പം മറ്റൊരു വനത്തിലേക്ക് സത്യസന്ധനായ രാമൻ യാത്രയായി. അത്രിയുടെ ആശ്രമത്തിലെത്തിയ രാഘവൻ
ഞാൻ രാമനാണ്. അങ്ങയുടെ ഐശ്വര്യപൂർണമായ പാദം ദർശിക്കാൻ കഴിഞ്ഞ ഞാൻ ഭാഗ്യവാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്രി മഹർഷിയുടെ പാദങ്ങൾ ഭക്തിപൂർവ്വം നമസ്കരിച്ചു. മോക്ഷദായകനായ സാക്ഷാൽ മഹാവിഷ്ണുവാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയ മഹർഷി ഭാര്യയോടും അനുജനോടും കൂടി ആശ്രമത്തിലെത്തിയ ശ്രീരാമനെ അർഘ്യപാദാദികൾ കൊണ്ട് സ്വീകരിച്ചാദരിച്ചു. തുടർന്ന് അദ്ദേഹം രാജകുമാരന്മാരോട് പറഞ്ഞു, വൃദ്ധതാപസിമാരിൽ വെച്ച് ഉത്തമയും ധർമ്മജ്ഞയുമായ എന്റെ പത്നി അനസൂയ ആശ്രമത്തിനകത്തുണ്ട്. സീതയെ ചെന്നു കാണുക. ശ്രീരാമന്റെ ആജ്ഞയനുസരിച്ച് സീത ആശ്രമത്തിനകത്ത് പോയി അനസൂയയെ വണങ്ങി. കുഞ്ഞെ വരൂ, സജ്ജന സമ്പർക്കം ജന്മസഫലമാക്കുമെന്ന് പറഞ്ഞ് വാത്സല്യത്തോടെ അനസൂയ സീതയെ മാറോടണച്ചു. അനന്തരം വിശ്വകർമാവ് നിർമ്മിച്ച അതിമനോഹരവും വിശിഷ്ടവുമായ ഒരു പട്ടുവസ്ത്രവും കുണ്ടലങ്ങളും കറിക്കൂട്ടും അലങ്കാരത്തിനായി അനസൂയ സീതയ്ക്ക് നൽകി. പതിവ്രതാധർമ്മമനുസരിച്ച് നീ രാമനോടൊപ്പം കാട്ടിലേക്ക് പോകുന്നത് നന്നായി. നിനക്കൊരിക്കലും ശരീരകാന്തി കുറയുകയില്ല. ശാന്തശീലനായ ഭർത്താവിനോടൊപ്പം മഹാരാജധാനിയിലെത്തി ദീർഘകാലം വസിക്കുക. ഇപ്രകാരം സീതയെ അനുഗ്രഹിച്ചിട്ട് ഭർത്താവിന്റെ മുമ്പിൽ പോകാൻ യാത്രയാക്കി. അത്രി മഹർഷി മൂവർക്കും വിശിഷ്ട ഭോജ്യങ്ങൾ നൽകിയതിനു ശേഷം ശ്രീരാമനോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങ് സാക്ഷാൽ ശ്രീനാരായണനാണെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ മഹാമായയാണ് ലോകവാസികളെ മോഹിപ്പിക്കുന്നത്. അത്രി മഹർഷിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അന്ന് രാത്രി ശ്രീരാമൻ അവിടെ താമസിച്ചു. ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോട് ഇപ്രകാരം അരുളി ചെയ്തു എന്ന് കിളിപ്പൈതൽ പറഞ്ഞു നിർത്തി. ഇന്നത്തെ രാമകഥയോടുകൂടി അയോധ്യാകാന്ഡം പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.